അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് റെസിസ്റ്റേഴ്സ് കമ്പൈൻ ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലാണ് റെസിസ്റ്റേഴ്സ് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമുക്ക് റെസിസ്റ്റേഴ്സ് കമ്പൈൻ ചെയ്യാൻ സാധിക്കുക? ഈ ഒരു ഇമേജിൽ കാണുന്നത് പോലെ എങ്ങനെയാണ് നമുക്ക് പ്രതിരോധകങ്ങളെ സംയോജിപ്പിക്കാൻ സാധിക്കുന്നത്? സീരീസ് ആൻഡ് പാരലൽ, രണ്ട് പേരിലാണ്. എന്താണ് അതെന്ന് നോക്കാം. ശ്രേണിയായിട്ടും സമാന്തരമായിട്ടും. ഓക്കെ, ഇതെന്തായിരിക്കും? എങ്ങനെയാ കണക്ഷൻ വന്നിരിക്കുന്നത്? ഒരു ബൾബിന്റെ ഒരു എൻഡിൽ നിന്ന് അടുത്ത ബൾബ്, ഓക്കെ, അങ്ങനെയാണ്. അതായത് എൻഡ് ടു എൻഡ്, ഒരെണ്ണത്തിന്റെ പുറകിലായിട്ട് മറ്റൊന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സീരീസ് കണക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇതെന്ത് കണക്ഷൻ ആണ് നോക്കിക്കേ. ഇതിന്റെ ഒരു എൻഡ് ഇതിന്റെ എൻഡിലേക്കും ഇതിന്റെ അടുത്ത എൻഡ് അടുത്തൊരു എൻഡിലേക്കുമാണ്. റെസിസ്റ്റർ അല്ല കാണിച്ചിരിക്കുന്നത്, ബൾബിന്റെ എക്സാമ്പിൾ ആണെങ്കിലും എന്താണ് കണക്ഷൻ എന്ന് കാണിക്കാനാണ് ഇവിടെ ഇത്തരത്തിലൊരു ഇമേജ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതെന്ത് കണക്ഷൻ ആണ്? പാരലൽ ആണ് അല്ലെ. ഒരെണ്ണത്തിന്റെ എൻഡ് മറ്റൊരെണ്ണത്തിന്റെ എൻഡിലേക്കും അതുപോലെ തന്നെ എല്ലാ എൻഡ്സും അതിന്റെ എല്ലാ എൻഡും മറ്റ് ഒരു കോമ്പണന്റിന്റെ എല്ലാ എൻഡിലേക്കും കണക്റ്റഡ് ആയിരിക്കും. അത്തരത്തിലുള്ള കണക്ഷനാണ് പാരലൽ കണക്ഷൻ അഥവാ സമാന്തര രീതി. ഓക്കെ, സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും എന്താണെന്നുള്ള ആ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്, അപ്പോൾ ശ്രേണ രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന പ്രതിരോധകങ്ങളുടെ എക്സ്പ്രഷൻ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. എന്തൊക്കെയാ തന്നിരിക്കുന്നത്? 3 റെസിസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? R1, R2, R3. അതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആണല്ലേ, കണ്ടാൽ തന്നെ അറിയാം എങ്ങനെയാ. ഒരെണ്ണത്തിന്റെ എൻഡിലേക്ക് അടുത്തത് ആ രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സീരീസ് കണക്ഷൻ ആണ്. ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ അപ്ലൈ ചെയ്തിരിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? V വോൾട്ട് ആണ്. ഓക്കെ, ഇവിടെ എന്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓരോ റെസിസ്റ്ററിലും വ്യത്യസ്തമാണ്. അപ്പൊ അതൊരു സീരീസ് കണക്ഷന്റെ പ്രത്യേകതയായിട്ട് നമുക്കത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, എന്നാൽ കറണ്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ടോ? ഇല്ല. കറണ്ട് എന്ന് പറയുന്നത് I തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അടുത്തത് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ്? In the circuit shown above, the rate of flow of charge through each resistor will be same. Okay, rate of flow of charge എന്ന് വെച്ചാൽ കറണ്ട് സെയിം ആയിരിക്കും തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം ഇവിടെ നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് കാണാം. ഓക്കെ, എന്താണ്? സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ വിൽ ബി സെയിം. ഇനി however the potential difference across each resistor are different and can be obtained using Ohm's law. Ohm's law വെച്ചിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്കത് എഴുതാൻ സാധിക്കുക? V is equal to IR. ഓക്കെ, V is equal to IR എന്നതാണ് ഒരു ഫോർമുല. അപ്പൊ V എങ്ങനെയാണ് വരുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R1. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? is equal to V1 അല്ലേ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R1 എന്ന് വെച്ചാൽ V1 ആണ്. V1 എത്രയാണ്? IR1. Iക്ക് ചേഞ്ച് ഇല്ല. ഓക്കെ, ഇനി V2 is equal to IR2. അതുപോലെ തന്നെ V3 is equal to IR3. ഓക്കെ, നമുക്ക് ടോട്ടൽ വോൾട്ടേജ്, ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എങ്ങനെ എഴുതാം? V1 പ്ലസ് V2 പ്ലസ് V3. ഓക്കെ, അങ്ങനെ പോകും. എന്നിട്ട് നമുക്ക് എഴുതാം IR is equal to IR1 പ്ലസ് R2 പ്ലസ് R3. ദാറ്റ് മീൻസ് ഐനെ കോമൺ ആയിട്ട് എടുക്കാമല്ലോ. I ഓൾറെഡി നമ്മൾ എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? IR1 പ്ലസ് IR2 പ്ലസ് IR3 എന്നതിന് പകരം ഐനെ കോമൺ ആയിട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ R ഇക്വലന്റ് ഇസ് ഈക്വൽ ടു R1. ഓക്കെ, തിരിച്ചൊന്നും കൂടി പോവാം. എന്താ എഴുതിയിട്ടുള്ളത്? R ഇക്വലന്റ് ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 എന്നതാണ്. ഓക്കെ, അപ്പൊ എന്താ മനസ്സിലായത്? സീരീസിൽ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? R equivalent is equal to R1 പ്ലസ് R2 പ്ലസ് R3 എന്ന രീതിക്കാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് ഇതിന്റെ എക്സ്പ്രഷൻ വരുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആയല്ലോ. അടുത്തത് എന്താണ്? ആ എക്സ്പ്രഷൻ ഒന്നും കൂടി തന്നിട്ടുണ്ട്. നോക്കിക്കേ, R is equal to R1 plus R2 plus R3. 3 റെസിസ്റ്റേഴ്സ് ഉള്ള കേസിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വെൻ റെസിസ്റ്റേഴ്സ് പ്രതിരോധകങ്ങളെ ശ്രേണ രീതിയിൽ കണക്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു R എഫക്റ്റീവ് അല്ലെങ്കിൽ R ഇക്വലന്റ് എന്ന് പറയുന്നതാണ് ഈ ഒരു ഫോർമുല കാണിച്ചു തരുന്നത്. ഇനിയോ thus the effective resistance of series combination of a number of resistors is equal to sum of resistance of individual resistors. sum എടുത്താൽ മതി. ജസ്റ്റ് ഒരു കാര്യം കൂടി ഉണ്ട്, റെസിസ്റ്റൻസ് വാല്യൂ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ മാക്സിമം റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യണം?
സീരീസിൽ കണക്ട് ചെയ്യണം. അവിടെ റെസിസ്റ്റൻസ് ആഡപ്പ് ആകുവാണ് ചെയ്തത് അല്ലെ. അപ്പോൾ മാക്സിമം റെസിസ്റ്റൻസ് കിട്ടാൻ എന്താണ്, റെസിസ്റ്റേഴ്സ് സീരീസിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു കാര്യം ക്ലിയർ ആയല്ലോ. അടുത്തത് റെസിസ്റ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ന്യൂമറിക്കൽ ആണ്. ഓക്കെ, നോക്കാം. Calculate the equivalent resistance for the circuit which is connected to 24-volt battery and also find the potential difference across 4 ohm and 6 ohm resistors in the circuit. Okay. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ റെസിസ്റ്റേഴ്സ് ഉള്ളത്? R1ഉം അതുപോലെ തന്നെ R2ഉമാണ്. R1ന്റെ വാല്യൂ ഞാൻ ഇവിടെ എടുത്ത് എഴുതാം. എത്രയാണ്? 4 ohm ആണ്. അതുപോലെ തന്നെ R2ന്റെ വാല്യൂ എത്രയാണ്? 6 ohm ആണ്. ഓക്കെ, ആൻഡ് എന്താണ് ഇവിടുത്തെ R ഇക്വലന്റ്? സീരീസിലാവുമ്പോൾ R ഇക്വലന്റ് എന്താണ്? R1 plus R2. Okay, that means R equivalent is equal to 4 ohm plus 6 ohm. That gives you 10 ohm. Okay, 10 ohm ആണ് ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 4 ohm and 6 ohm റെസിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഇറേസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് എഴുതാം. എന്താ പറഞ്ഞിരിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 4 ohm and 6 ohm റെസിസ്റ്റേഴ്സ്. അപ്പോൾ കറണ്ട് ആണ് ഇവിടെ സെയിം ആയിട്ട് നിൽക്കുന്നത്. ആദ്യം നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം. I is equal to V by R. R നമുക്കറിയാം ടോട്ടൽ R 10 ohm ആണ്. ഓക്കെ, സോ R is equal to 10 ohm എന്നുള്ളത് അറിയാം. This is 24 by 10 gives you 2.4 ampere. Okay, 2.4 ampere ആണ് തരുന്നത്. ഇനി എന്താണ്? Across 4 ohm resistor. Okay, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് across 4 ohm resistor എത്രയായിരിക്കും? Across 4 ohm resistor is going to be, നമുക്ക് എഴുതാം, which is equal to, എന്താ എഴുതേണ്ടത്? അവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? 4 ohm റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് V is equal to I R1 എന്നെടുക്കാം. ഓക്കെ, V is equal to I R1 എന്നല്ല V1 എന്ന് വിളിക്കാം. V1 is equal to I R1. ഓക്കെ, V1 is equal to എന്താണ്? I എന്ന് പറയുന്നത് എന്താണ്? 2.4 ആണ്. ഓക്കെ, 2.4 into R1 എന്ന് പറയുന്നത് എത്രയാണ്? അവിടെ R1 എന്ന് പറയുന്നത് 4 ohm ആണ്. ഓക്കെ, അപ്പോൾ 2.4 into 4 gives you 9.6 volt. ഓക്കെ, 9.6 volt ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി V2 നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, V2 എന്ന് പറയുന്നത് ഇവിടെ ചെയ്യാം നമുക്ക്. V2 is equal to എത്രയാണ് വരുന്നത്? V2 is equal to I into R2. That gives you, I എന്ന് പറയുന്നത് 2.4 ആണ്. സോ 2.4 into എന്താ വരുന്നത്? 6 ആണ്. ഓക്കെ, so 2.4 into 6 will give you, the answer is going to be 14.4 volt. ഓക്കെ, അപ്പം എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത് എന്നുള്ള ക്ലിയർ ആയല്ലോ. ആദ്യം തന്നെ എന്താ കണ്ടുപിടിച്ചത്? ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. I സെയിം ആയിരിക്കും. സോ I വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ്ലി V1ഉം V2ഉം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പാരലൽ കണക്ഷനിലുള്ള എക്സ്പ്രഷൻ എങ്ങനെയാണെന്നാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൺസിഡർ 3 റെസിസ്റ്റേഴ്സ് R1, R2 and R3 കണക്റ്റഡ് ഇൻ പാരലൽ അക്രോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് V വോൾട്ട്. V വോൾട്ട് എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? R1, R2, R3 പാരലലി കണക്ട് ചെയ്തിരിക്കുന്നു. അവിടെ എന്താണ് വ്യത്യസ്തം? കറണ്ട് ആണ് ഡിഫറൻറ്റ്. അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നിലൂടെയും സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. V എന്നുള്ള ഒരു വാല്യൂ തന്നെയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്കിനി എന്തെഴുതാം? ഇതിൽ എന്താണ് സെയിം ആയിട്ട് നിൽക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പാരലൽ കണക്ഷനിൽ സെയിം ആയിട്ട് നിൽക്കുന്നത് കറണ്ട് ആണ് വ്യത്യസ്തം. അപ്പൊ കറണ്ടിനുള്ള എക്സ്പ്രഷൻ എഴുതിയിട്ട് നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അതിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ആസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റേഴ്സ് ആർ ഡിഫറെന്റ്, current will be different in each resistor is given by Ohm's law. Ohm's law അനുസരിച്ച് നമുക്ക് എഴുതാം V equal to IR എഴുതാം. അതിൽ നിന്ന് I equal to V by R. ഓക്കെ, I equal to V by R. ഇനി നമുക്ക് എന്താണ് കയ്യിലുള്ളത്? V വാല്യൂ സെയിം ആണെന്ന് അറിയാം. I is equal to എന്തെഴുതാം? V by R1. ഓക്കെ, ഫസ്റ്റ് റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് നമുക്ക് I1 എന്ന് എഴുതാം. ഓക്കെ, കറണ്ട് ത്രൂ ഫസ്റ്റ് റെസിസ്റ്റർ ഇസ് ഗോയിങ് ടു ബി I1. ദെൻ എന്താണ്? I2 is equal to V by R2. ദെൻ I3 is equal to
V/R3. ഇതിനെ ഒന്ന് കമ്പൈൻ ചെയ്യാം. ഇവിടെ എഴുതാം I എന്തായിരിക്കും? I is equal to I1 plus I2 plus I3 എന്നതായിരിക്കും I വാല്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം I is equal to, ഓക്കെ, I is equal to എന്താ വരുന്നത്? ഇവിടെ നമുക്ക് V/R ടോട്ടൽ I വേണ്ട, ഈ ഒരു I ഇവിടെ കൊടുക്കണം. ഓക്കെ, ഈ ഒരു I ഇവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് എന്താ കിട്ടുന്നത്? V/R അവിടെ കൊടുക്കണം. ഓക്കെ, V/R ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. V/R ടോട്ടലിലേക്ക് എഴുതുമ്പോഴത്തേനും V/R is equal to V/R1 plus V/R2 plus V/R3. ഓക്കെ, സോ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? V കോമൺ ആണ്, V നെ എടുക്കാം. 1/R is equal to, ഓക്കെ, 1/R is equal to എന്താ വരുന്നത്? V into 1/R1 plus 1/R2 plus 1/R3. ഓക്കെ, സോ V യും ക്യാൻസൽ ആയിക്കോത്തേനും R equivalent is equal to, നമുക്ക് അവിടെ എഴുതാം R equivalent. സോ R equivalent എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/R equivalent ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. is equal to 1/R1 plus 1/R2 plus 1/R3. ഓക്കെ, അതിനകത്ത് R equivalent എന്തായി മാറും? R equivalent is equal to എന്ത് ചെയ്യണം? ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും കൂടി നമുക്ക് ഇക്വേഷൻ എഴുതാം. രണ്ട് റെസിസ്റ്റേഴ്സിന്റെ കേസിലാണെങ്കിൽ R equivalent is equal to, ഇതിനെ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും, ഓക്കെ, ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രോസ്, രണ്ടെണ്ണമാണ് എടുക്കുന്നതെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടും R2 പ്ലസ് R1/R1R2. ഓക്കെ, അതിന്റെ റെസിപ്രോക്കൽ ആണ് എടുക്കേണ്ടത്. സോ മുകളിൽ R1 R2 എന്നുള്ള രീതിക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒന്നും കൂടി ഇവിടെ എടുത്ത് എഴുതാം. R equivalent is equal to R1 R2 by R1 plus R2 എന്നതാണ് ആ ഒരു ഇക്വലന്റ് റെസിസ്റ്റൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നത് R1 plus R2 by R1 R2 എന്നതാണെങ്കിൽ അതെന്താണ്? അത് റെസിപ്രോക്കൽ ആയിരുന്നു. അതിന്റെ റെസിപ്രോക്കൽ എടുത്തതാണ്. ദിസ് ഇസ് R equivalent. ഈ ഒരു ഫോർമുലയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ എന്താണ് നമ്മൾ പാരലലിൽ കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്താണ്? 1/R is equal to 1/R1 plus 1/R2 plus 1/R3 എന്നതാണ് എക്സ്പ്രഷൻ. ഓക്കെ, അപ്പൊ പാരലൽ കോമ്പിനേഷനിൽ റെസിപ്രോക്കൽ ഓഫ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? റെസിപ്രോക്കൽ ആണ് കേട്ടോ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിന് റെസിപ്രോക്കൽ എടുത്താലാണ് ആൻസർ കിട്ടുള്ളൂ. This is equal to sum of reciprocal of individual resistance. Okay, ഇനി ഒരു പ്രത്യേക പോയിന്റ് കൂടി നോട്ട് ചെയ്യാം. effective resistance in a parallel combination will be smaller than value of smallest resistance. Okay, അപ്പോൾ ഇപ്പോൾ ഒരു MCQ ഒക്കെ കിട്ടുവാണെങ്കിൽ ഏതാണെന്ന് ഗസ് ചെയ്യാൻ ഈസിയാണ്. ഈ ഒരു ടിപ്പിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് എന്തായിരിക്കും? പാരലൽ കണക്ഷനിലെ റെസിസ്റ്റൻസ് ആയിരിക്കും. അതായത് ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് 2 ohm 3 ohm 4 ohm റെസിസ്റ്റർ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും ചെറിയ റെസിസ്റ്റർ ഏതാണ്? 2 ohm റെസിസ്റ്റർ ആണ്. അതിനേക്കാളും ചെറുതായിരിക്കും പാരലൽ കണക്ഷനിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. അടുത്തതായി പാരലൽ കണക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂമറിക്കൽ ആണ് നോക്കാൻ പോകുന്നത്. നോക്കാം. Calculate equivalent resistance in the following circuit and also find the current I1 and I2 in the given circuit. Okay, അപ്പൊ എന്താ തന്നിരിക്കുന്നത്? 24 വോൾട്ട് എന്നുള്ളത് അറിയാം. ഇനി നമ്മൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് വേണം ഓരോന്നിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, കാരണം പാരലൽ കണക്ഷൻ ആണ്. The current is going to be different. So 24 volt. So next 1/R equivalent is equal to 1/R1 plus 1/R2. ഓക്കെ, അത് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് R1ന്റെയും R2ന്റെയും വാല്യൂ എന്ന് പറയുന്നത്? That is 1/4 plus 1/6. That gives you 6 plus 4/6 4 is 24. Okay, so 10/24 എന്ന് കിട്ടും. And R equivalent is equal to അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 5 times 2 and 12 times 2. So 12/5 ohm എന്നതാണ് ഇക്വലന്റ് റെസിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, 12/5 ohm റെസിപ്രോക്കൽ എടുക്കാൻ നമ്മൾ മറക്കരുത്. ഓക്കെ, സോ ദാറ്റ് ഇസ് 12/5 ohm ആണ് ഇക്വലന്റ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി അപ്പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, യെസ്, ദിസ് ഇസ്
12/5 ohm. Now I is going to be V/R. Okay, ചെയ്യാം നമുക്ക്. അവിടെ ഇക്വലന്റ് റെസിസ്റ്റൻസിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇക്വലന്റ് റെസിസ്റ്റൻസും കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. സോ I1 എന്താ വരുന്നത്? I1 is equal to V/R1. So through R1 എന്ന് പറയുന്നത് 4 ohm റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ട് എത്രയായിരിക്കും? V എന്ന് പറയുന്നത് 24 ആണ്. 24/R1 എന്ന് പറയുന്നത് 4 ആണ്. That gives you 6 ampere. And I2 is going to be V/R2. So that is going to give you 24/6. That is going to be, yes, 4 ampere. Okay, so കറണ്ട് കണ്ടുപിടിച്ചാൽ ഓരോന്നിലൂടെയും ഒരു കാര്യം കൂടിയുണ്ട്, ടോട്ടൽ ആയി കണ്ടുപിടിക്കണം. ടോട്ടൽ ആയി എന്തായിരിക്കും? എന്തായാലും I1 plus I2 എന്നതായിരിക്കും. That gives you 6 plus 4, that is 10 ampere. Okay, എങ്ങനെയാണ് ഇതിൽ ഓരോന്ന് കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യം ക്ലിയർ ആയല്ലോ. സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും നമ്മൾ കണ്ടു അല്ലേ? അപ്പൊ ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ നോക്കാം. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. ഓക്കെ, അപ്പൊ റെസിസ്റ്റേഴ്സ് ആർ ജോയിൻഡ് എൻഡ് ടു എൻഡ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് സീരീസിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി 2 or more resistors are combined in such a way that the first end is connected to one point and the second end is connected to another point. Okay, now same current flows through all resistors. അതാണ് സീരീസിന്റെ പ്രത്യേകത. എന്നാൽ പാരലൽ എന്താണ്? current through each resistor is going to be different. Okay, and voltage is different across all. Voltage different ആണ് ഇവിടെ. The voltage is the same across all the resistors. If one component breaks down, whole circuit will be damaged. ഈ ഒരു കേസിൽ. Okay, അതുപോലെ തന്നെ other components will work even if components break down. Okay, component break ആയാലും parallel connectionൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. Okay, അപ്പോൾ കമ്പാരിസൺ മനസ്സിലായല്ലോ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസിന്റെയും റെസിസ്റ്റേഴ്സ് ഇൻ പാരലലിന്റെയും. അടുത്തത് സീരീസും പാരലലും കമ്പൈൻ ചെയ്തുള്ള ന്യൂമറിക്കൽ ആണ്. കമ്പൈൻ ഇൻ സെൻസ് സീരീസിന്റെ അതേ വാല്യൂ തന്നെ നമ്മൾ പാരലലും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചേഞ്ച് വരും എന്നുള്ളത് നമുക്ക് നോക്കാം. 3 resistors 12 ohm, 7 ohm and 10 ohm are connected in series. Find the resultant resistance of the combination. Find the resultant resistance for the same resistors if they are connected in parallel. Okay, നമുക്ക് നോക്കാം. അപ്പോൾ R equivalent എന്ന് പറയുന്നത് സീരീസിലുള്ളത് എന്തായിരിക്കും? R1 plus R2 plus R3. അപ്പോൾ ഇവിടെ ഞാൻ എടുത്ത് എഴുതുവാണ്. R1 is equal to 12 ohm, R2 is equal to, okay, R2 is equal to 7 ohm and R3 is equal to 10 ohm. Okay, അപ്പോൾ എന്ത് വരും? That is going to give you 12 plus 7, that is 19 plus 10, that is going to be 29 ohm. Okay, 29 ohm ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. And ഇത് തന്നെ പാരലൽ കണക്ട് ചെയ്ത് എന്തായിരിക്കും? 1/R equivalent is equal to 1/12 plus 1/7 plus 1/10. Okay, അപ്പോൾ ഓരോന്നോരോന്നായിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ഇത് ആദ്യം എടുക്കാം. സോ എന്താ ഇവിടെ വരുന്നത്? 1/7 into 10, 70 into 10, 10/70 plus, yes, എന്താ വരുന്നത്? 7/70. Okay, that gives you 17/70 എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ 1/12 കൂടി ആഡ് ചെയ്യണം. ഓക്കെ, സോ 1/12 plus 17/70 എന്ന് കിട്ടും. ഓക്കെ, 1/12 plus 17/70 എന്നത് എന്താണ് നമുക്ക് തരുന്നത്? സോ 70 plus 12 into 17, that is going to be 204. Okay, 204 എന്നതാണ് ആൻസർ. ബൈ 12 into 70 gives you 12 into 70 gives you 840. So this gives you that ചെയ്തേപ്പത്തേന് നമുക്ക് കിട്ടാൻ പോകുന്നത് എത്രയാണ്? 274 divided by 840. Okay, 274 divided by 840. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് R equivalent എന്ന് പറയുന്നത്? ഇവിടെ എഴുതാം. R equivalent is equal to 840 by 274 ohm എന്നത് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തതായി സീരീസ് അതുപോലെ തന്നെ പാരലൽ കണക്ഷൻ കമ്പൈൻ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. Calculate the equivalent resistance between points A and B in the circuit shown in the figure. എക്കും ബിക്കും ക്രോസ് ഉള്ള റെസിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഓരോന്നായിട്ട് സിംപ്ലിഫൈ റെഡ്യൂസ് ചെയ്തെടുക്കാം നമുക്ക് ആ ഒരു സർക്യൂട്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ്? പാരലൽ ആണ് അല്ലേ? അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ വരയ്ക്കാം?
ഇതൊരു പാരലൽ കണക്ഷൻ ആണ്, ഇതിനെ ആദ്യമേ റെഡ്യൂസ് ചെയ്യാം. ഇത് തന്നെയാണ് സെയിം ഇവിടെയും വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കവിടെ ഈ ഒരു സെക്ഷൻ ആദ്യമേ കണ്ടുപിടിക്കാം. എന്താണ് ആർ ഇക്വലന്റ് വരുന്നത്? 1/r equivalent is going to be 1/6 plus 1/6 അല്ലേ? അപ്പോൾ എന്താ വരുന്നത്? 2/6 എന്ന് വരും. So that is going to be 1/3. So R equivalent is going to be 3 ohm. ഓക്കെ, അതേ 3 ohm തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അതേ 3 ohm അവിടെയും വരുന്നു. സോ ഇതിൻ്റെ ഈ ഒരു ഇക്വലന്റ് എന്ന് പറയുന്നത് 3 ohm, ഇതിൻ്റെ ഇക്വലന്റ് എന്ന് പറയുന്നത് 3 ohm ആണ് അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരുന്നത്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കാം. ഓക്കെ, എങ്ങനെയാണ് ഇതിന് വരുന്നത്? സീരീസിലാണ് വരുന്നത്. ഓക്കെ, ഇത് രണ്ടും കൂടി റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര കിട്ടി? നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 ohm ആണ്. അതുപോലെ തന്നെ ഇവിടെയും എന്താണ്? 3 ohm ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ ഫസ്റ്റ് നമ്മൾ പാരലൽ ഉള്ളതിനെ റെഡ്യൂസ് ചെയ്തു, ആൻഡ് ഇവിടെയും റെഡ്യൂസ് ചെയ്തു. ഇത് രണ്ടും തമ്മിൽ സീരീസിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു ബി ഉണ്ട്. സോ 3 ohm രണ്ടും സീരീസിലാണ്. സോ ആർ ഇക്വലന്റ് ഇസ് ഈക്വൽ ടു 3 + 3 വിച്ച് ഈസ് ഗോയിങ് ടു ബി 6 ohm. ഓക്കെ, 6 ohm ആണ് ഇവിടുത്തെ ആൻസർ വന്നിരിക്കുന്നത്. സീരീസും പാരലലും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്ത് അത് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയല്ലോ. അടുത്തതായിട്ട് ഒരു ന്യൂമറിക്കൽ ആണ്, നോക്കാം. വാട്ട് ഈസ് ദ കറന്റ് ത്രൂ ദിസ് സർക്യൂട്ട്? സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ സർക്യൂട്ടിലെ കറണ്ട് എത്രയാണ് വരുന്നത് നോക്കിക്കേ. ഇവിടുത്തെ റെസിസ്റ്റൻസ് എങ്ങനെയാണ്? സീരീസിലാണ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര വരും? 2 ohm + 3 5 ohm ആണ്. അപ്പോൾ I നമുക്ക് എഴുതാം, I = V/R. ടോട്ടൽ റെസിസ്റ്റൻസ് എഴുതണം. സോ 5/5 എന്ന് വരും. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 1 ആംപിയർ. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സീരീസിലായതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറൻ്റ് ആണ്. 2 ohമിന് അക്രോസ് ഉള്ളതിനെ നമുക്ക് V1 എന്ന് വിളിക്കാം. സോ V1 എത്രയാണ് വരുന്നത്? I × R1. ഓക്കെ, സോ 1 × R1 എത്രയാണ്? 2 ohm ആണ്. 1 × 2 = 2 volt ആണ് വരുന്നത്. അതുപോലെ തന്നെ V2 എന്നുള്ളത് 3 ohമിന് അക്രോസ് ഉള്ളതാണ്. അപ്പം നമുക്ക് എഴുതാം I × R2. ഓക്കെ, അപ്പം ഇവിടെ R1 എന്നും R2 എന്നും ഒന്ന് ചേർത്തേക്കാം. R1 R2. ഓക്കെ, സോ I R2 = 1 × 3 ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 3 volt. ഓക്കെ, അപ്പം 3 volt എന്നാണ് ഇവിടെ വരുന്നത്. 1 × 3 ദാറ്റ് ഈസ് അക്രോസ് R2. യു ഗെറ്റ് ഇറ്റ് ആസ് 3 volt. ഇനി എന്താണ് അടുത്ത ചോദ്യം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 2 ohm 3 ohm നമ്മൾ കണ്ടുപിടിച്ചു. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ അറ്റ് എ? ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ, നമ്മൾ അപ്ലൈ ചെയ്യാം നമുക്ക് ആൻസർ. സോ പൊട്ടൻഷ്യൽ അറ്റ് എ എന്ന് പറയുന്നത്, ഓക്കെ, എയിലുള്ള പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇതിലൂടെയാണ് കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ എന്താ സംഭവിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായാലും സ്പ്ലിറ്റ് ആവും. സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇതിനൊക്കെ കയറണതിന് മുന്നേ നമുക്ക് ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറ്റ് എ. ഓക്കെ, പൊട്ടൻഷ്യൽ അറ്റ് എ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 5 volt തന്നെയായിരിക്കും. അറ്റ് എ = 5 volt. വൺസ് 5 volt പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 2 ohm റെസിസ്റ്ററിൽ കൂടി പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും 2 ohm റെസിസ്റ്ററിന് അക്രോസ് എത്രയാണുള്ളത്? അക്രോസ് 2 ohm റെസിസ്റ്റൻസ് വി ഹാവ് 2 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ പൊട്ടൻഷ്യൽ അറ്റ് ബി എത്രയായിരിക്കും? അതിനെ നമുക്ക് അവിടെ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? പൊട്ടൻഷ്യൽ അറ്റ് B is equal to 5 - 2 that is going to be 3 volt. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു പ്രോബ്ലം എങ്ങനെയാണ് ഈ ഒരു സീരീസ് അതുപോലെ തന്നെ പാരലൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആയല്ലോ. അടുത്തതായി റെസിസ്റ്റിവിറ്റി ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നോക്കാം. ദ വേരിയേഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ ഓഫ് എ കണ്ടക്ടർ, സെമി കണ്ടക്ടർ ആൻഡ് സൂപ്പർ കണ്ടക്ടർ ആർ ഗിവൺ ഇൻ ദ ഫിഗർ. ഇങ്ങനെ 3 ഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാം. ഐഡന്റിഫൈ ദം ഫ്രം ദി ഗ്രാഫ്. ഓക്കെ, അവരെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റിൽ എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്? റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചറിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിൻ്റെ കേസിലാണ്? കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണ്. ഓക്കെ, മെറ്റൽസ് എന്ന് നമുക്ക് എളുപ്പത്തിന് പറയാം. ഓക്കെ, ആൻഡ് രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഇവിടെ ആദ്യമേ നിങ്ങൾക്ക് കാണാം എന്താ റെസിസ്റ്റിവിറ്റിക്ക് സംഭവിച്ചിരിക്കുന്നത്. അത് ആ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ആ ടെമ്പറേച്ചർ വാല്യൂവിനനുസരിച്ച് ഒരേ ടെമ്പറേച്ചറിൽ എന്താ കാണുന്നത്? പല റെസിസ്റ്റിവിറ്റി വാല്യൂ കാണാം. അതിന് ശേഷം അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇത് സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണ് കേട്ടോ. സൂപ്പർ കണ്ടക്ടേഴ്സും സെമി കണ്ടക്ടേഴ്സും വ്യത്യാസമുണ്ട്. ഓക്കെ, അതായത് റെസിസ്റ്റൻസ് വളരെ ലോ ആയിട്ടുള്ള ആ മെറ്റീരിയൽസിനെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അതൊരു പ്രത്യേക രീതിയിൽ അവർ ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ്? റെസിസ്റ്റൻസ്
സീറോ ആക്കാനായിട്ട്, അത്തരത്തിൽ മെറ്റീരിയൽസ് കമ്പൈൻ ചെയ്ത് അതിന്റെ റെസിസ്റ്റൻസ് സീറോ ആക്കാനാണ് നോക്കുക. അതുകൊണ്ട് തന്നെ അതിനെ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്തത് എന്താണ്? ഇത്തരത്തിലൊരു ഗ്രാഫാണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവരെന്താണ്? സെമി കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സ്. എങ്ങനെയാണ് ഗ്രാഫ് അനലൈസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഒരു പ്രോപ്പർട്ടി നോക്കണം. ആ ഒരു പ്രോപ്പർട്ടി, എന്ത് പ്രോപ്പർട്ടിയാണ് സെമി കണ്ടക്ടേഴ്സിനുള്ളത്? അവരുടെ റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചറിനനുസരിച്ച് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ബി ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഫിഗർ ഇൻ വിച്ച് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽ ഇസ് പോസിറ്റീവ്. അപ്പോൾ ഡൗട്ട് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പറയാം എന്താണ്, എന്തിനായിരിക്കും ആൽഫ പോസിറ്റീവ്? മെറ്റൽസിനാണ്, കാരണം ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. സോ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദി ഇക്വേഷൻ കണക്ടിങ് റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റീരിയൽ വിത്ത് റിലാക്സേഷൻ ടൈം. റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റീരിയലും റിലാക്സേഷൻ ടൈമും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? റോ ഇസ് ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ എന്നതാണ് ഇതിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തതായി ഒരു സർക്യൂട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് റെസിസ്റ്റേഴ്സ് കാണാം. റെസിസ്റ്റേഴ്സിന്റെ അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഒരു പ്രത്യേക രീതിയിലാണ്. അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ഡി ഇൻ ടേംസ് ഓഫ് ആർ. ആറിന്റെ ടേംസിൽ എൻ്റെയും ബിൻ്റെയും ഇടയിലുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് എന്ത് കണക്ഷനിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? എയിൽ നിന്നത് നോക്കുക, അവിടെ നിന്നാണ് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ടും 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 എന്ത് തന്നെയാണ്? സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് പാരലൽ ആണെന്ന് മനസ്സിലാക്കാം. ഈ ഒരു രീതിക്ക് കണക്ഷൻ നോക്കാം. ഇതിന്റെ എൻഡും ഇതിന്റെ എൻഡും കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ രണ്ടിന്റെയും എൻഡ്സ് തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ അവരെന്താണ്? പാരലൽ രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് റീഡ്രോ ചെയ്യാം. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ആരൊക്കെയാണ് പാരലൽ കണക്ഷനിൽ? ആ ഒരു 3 റെസിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വരയ്ക്കാം. ഇനി വരുന്നത് ഡിയിലേക്കുള്ളതാണ് പറഞ്ഞ കൂടി, അത് സീരീസിലാണ്. ഓക്കെ, ഇത് ആർ ആണ്. ആർ 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 ഇക്വലന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/r ഇക്വലന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1/r + 1/r + 1/r. ദാറ്റ് മീൻസ് 3/r ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം r ഇക്വലന്റ് ഇസ് ഈക്വൽ ടു r/3 എന്ന് പറയാം. ഓക്കെ, ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാലോ. ഒരേപോലത്തെ റെസിസ്റ്റൻസ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ഫോർമുല എടുക്കാം? പാരലലിന് r ഇക്വലന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് പാരലലിന് എന്ത് ചെയ്താൽ മതി? r/n അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസ് ബൈ n എന്നുള്ള രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഓക്കെ, ആ റെസിസ്റ്റൻസ് ബൈ n എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അവിടുത്തെ r ഇക്വലന്റ് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ റെഡ്യൂസ് ചെയ്തത്. ഓക്കെ, അതിന് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി റെഡ്യൂസ് ചെയ്യാം. അത് എത്രയാണ്? r/3 ആയിട്ട് മാറി. ഓക്കെ, അതിന് വേണമെങ്കിൽ നമുക്ക് ഇനി ഒന്നും കൂടി വരയ്ക്കാം. ഇത് r/3ഉം r/3 ഉള്ള ഒരു റെസിസ്റ്ററായിട്ട്, ഇക്വലന്റ് റെസിസ്റ്ററായിട്ട് നമുക്ക് അവിടെ റീപ്ലേസ് ചെയ്യാം. r/3 ആണ് ഇതിൻ്റെ വാല്യൂ. പിന്നെ ഒരു ആറും കൂടി നമുക്ക് ബാക്കിയുണ്ട്. അത് സീരീസിലാണ് കേട്ടോ. ഇപ്പോൾ ഇത് സീരീസിലാണ്. അങ്ങനെ എന്ത് ചെയ്താൽ മതി? r/3 പ്ലസ് r എന്നുള്ള രീതിക്ക് ചെയ്താൽ മതി. ഓക്കെ, r/3 പ്ലസ് r. അപ്പോൾ അവിടെ എന്താ വരുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു r പ്ലസ് 3r/3 എന്ന് വരുന്നു അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4r/3. ഓക്കെ, സീരീസിലാണ്. ഇതിൻ്റെ റെസിപ്രോക്കൽ ഒന്നും എടുക്കരുത്. 4r/3 എന്നതാണ് എൻ്റെയും ഡിൻ്റെയും ഇടയിലുള്ള റെസിസ്റ്റൻസ്. എന്തായിരുന്നു? 4r/3. ഓക്കെ, അടുത്തതായിട്ട് റെസിസ്റ്റേഴ്സിനെ തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. നോക്കാം. n ഈക്വൽ റെസിസ്റ്റേഴ്സ് ആർ ഫസ്റ്റ് കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് ദെൻ കണക്റ്റഡ് ഇൻ പാരലൽ. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് മാക്സിമം ടു ദി മിനിമം റെസിസ്റ്റൻസ്? ഓക്കെ, എന്താണ്? അപ്പോൾ n തുല്യ പ്രതിരോധകങ്ങൾ എന്ത് ചെയ്തു? ആദ്യം ശ്രേണിയിലും പിന്നീട് സമാന്തരമായും ഘടിപ്പിച്ചു. ഏറ്റവും കൂടിയ പ്രതിരോധവും കുറഞ്ഞ പ്രതിരോധവും തമ്മിലുള്ള അംശബന്ധം എത്രയായിരിക്കാം? കൂടിയ പ്രതിരോധം എന്ന് പറയുന്നത് സീരീസ് കണക്ഷനിലുള്ളതാണ്. കുറഞ്ഞ പ്രതിരോധം എന്നുള്ളത് എന്താണ്? പാരലൽ കണക്ഷനിലുള്ളതാവും അല്ലേ? അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ എടുക്കാൻ തന്നെയാണ് ഇവിടെ ഈ ഒരു രീതിയിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, n ഐഡന്റിക്കൽ സെൽസ് ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് സിമ്പിളായിട്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. സീരീസിലാണെങ്കിൽ n ഐഡന്റിക്കൽ സെൽസ് ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ nr എന്ന് യൂസ് ചെയ്യാം. r ഇക്വലന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് nr എന്ന് യൂസ് ചെയ്യാം. പാരലൽ ആണെങ്കിൽ നമുക്ക് ആ ഒരു r ഇക്വലന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് r/n എന്നുള്ള ഒരു ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അതിൻ്റെ ആ ഒരു റേഷ്യോ എടുത്താൽ മതി. ഓക്കെ, ആ റേഷ്യോ ഞാൻ ഇവിടെ ചെയ്യാം. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? റേഷ്യോ ഓഫ് മാക്സിമം ടു മിനിമം റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ഇൻ സീരീസ്
ടു റെസിസ്റ്റൻസ് ഇൻ പാരലൽ അല്ലേ? അതിന്റെ രണ്ടിന്റെയും കൂടി റേഷ്യോ നമുക്ക് എടുക്കാം. എന്താ വരുന്നേ? യെസ്, NR ബൈ R ബൈ N. ഓക്കെ, എങ്ങനെയാ വരുന്നത്? ആറും ക്യാൻസൽ ആവുന്നു. N മുകളിലേക്ക് ന്യൂമറേറ്ററിലേക്ക് ചെല്ലുമ്പോൾ N² എന്നതാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ N² എന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? യെസ്, C, N² ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സീരീസിൽ N ഐഡന്റിക്കൽ സെല്ല് വരുമ്പോഴും പാരലലിൽ N ഐഡന്റിക്കൽ സെല്ല് വരുമ്പോഴും ഇക്വേഷൻ വരുന്നതെന്നും അത് കമ്പയർ ചെയ്തപ്പോൾ എന്താ കിട്ടിയെന്നുള്ളത് മനസ്സിലായല്ലോ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സെൽസ്, EMF ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ, സെല്ലുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള സെല്ലിൽ എന്താ നമ്മൾ സെല്ല് യൂസ് ചെയ്യുന്നത്? അവരിൽ നിന്ന് നമുക്ക് എന്താ വേണ്ടത്? ഇലക്ട്രിക്കൽ എനർജിയാണ്. കെമിക്കൽ എനർജി കൺവേർട്ട് ആയിട്ടാണ് ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുന്നത്? ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിമ്പിൾ ഡിവൈസ് ടു മെയിൻറ്റെയിൻ എ സ്റ്റഡി കറണ്ട് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഓക്കെ, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ സ്റ്റഡി ആയിട്ടുള്ള ഒരു കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിവൈസ് ആണ് ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ എന്താണ് ഇവിടെ ഫിഗറിൽ എന്താ കാണാൻ സാധിക്കുന്നത്? രണ്ട് ഇലക്ട്രോഡുകൾ കാണാം. ഓക്കെ, അവരെന്താണ് ഒരു ഇലക്ട്രോലിറ്റിക് സൊല്യൂഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോലിറ്റിക് സൊല്യൂഷനിലാണ് അവരെ ഡിപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ്. ഓക്കെ, നെഗറ്റീവ് ഇലക്ട്രോഡിനെ ആനോഡ് എന്നും അതുപോലെ തന്നെ പോസിറ്റീവ് ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാഥോഡ് എന്നും. ഓക്കെ, ഇനി എന്താ അവിടെ കാണാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഇവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്? പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അതായത് കാഥോഡിൽ നിന്ന് ആനോഡിലേക്കാണ് കറണ്ട് ഫ്ലോ നടക്കുന്നത്. ഓക്കെ, കറണ്ട് എവിടെ നിന്ന് ഇങ്ങോട്ടാണ്? കറണ്ട് ഇസ് ഫ്രം കാഥോഡ് ടു ആനോഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കറണ്ട് ഇസ് ഫ്രം കാഥോഡ് ടു ആനോഡ്. ഓക്കെ, അപ്പോൾ ഔട്ടർ സർക്യൂട്ടിൽ ഓക്കെ ഇവിടെ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിങ്ക് 2+ അയേൺസും അതുപോലെ തന്നെ കോപ്പറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് Cu2+ അയേൺസുമാണ്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ എന്താ ഫ്ലോ ചെയ്യുന്നത്? ആ ഒരു ഇലക്ട്രോൺ ഫ്ലോ ആണ്. ആരാണ് ഇലക്ട്രോണിനെ കൊടുക്കുന്നത്? സിങ്ക് ആനോഡ് ആണ് കൊടുക്കുന്നത്. ആരിൽ വന്നാൽ ഡെപ്പോസിറ്റ് ആവുന്നത്? കോപ്പറിലേക്കാണ്. അതുകൊണ്ടാണ് കോപ്പറിൽ പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സിങ്ക് എന്താണ്? സിങ്ക് നെഗറ്റീവ് ചാർജ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അത് ഒരു ആനോഡ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി ഇൻസൈഡ് ഇന്റേണൽ സർക്യൂട്ടിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ആനയോൺ ഫ്ലോ ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഈ ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലിന്റെ സ്ട്രക്ചർ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയോ? അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് EMF ആണ്. ഓക്കെ, എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, EMF എന്നൊക്കെ പറയുന്നത്. EMF എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ നിന്നും വ്യത്യാസമാണ്. ഒരു പോയിന്റ് മനസ്സിൽ വെച്ചേക്കുക, EMF എന്ന് പറയുന്നത് അതൊരു കോസ് ആണ്. ആ കോസിന്റെ എഫക്റ്റ് കാരണം ഉണ്ടാവുന്നതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെല്ല് ഒരു സ്പെസിഫിക് EMF ഉള്ള ഒരു സെല്ല് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ല് കണക്ട് ചെയ്യുന്നത് മൂലം ആ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയും. ആ ഒരു ഫോഴ്സ് കാരണമാണ് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഫ്ലോ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അഥവാ EMF എന്ന് നമ്മൾ വിളിക്കുന്നത്? എന്താണെന്ന് നമുക്ക് നോക്കാം. EMF is the potential difference between the positive and negative electrode in an open circuit when no current is flowing through the cell. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ ഫിഗറിലേക്ക് ഒന്ന് പോയിട്ട് നമുക്ക് നോക്കാം. എപ്പോഴാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ്സിന്റെ കേസിൽ പറഞ്ഞിരിക്കുന്നത്? അതായത് എങ്ങനെയാണത് പറഞ്ഞിരിക്കുന്നത് നോക്കാം. എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്? when no current is flowing through the cell. ഓക്കെ, കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യാത്ത അവസ്ഥയിൽ. അപ്പൊ ജസ്റ്റ് ആ ഫിഗറിലേക്ക് ഒന്ന് വരാം. ഇവിടെ എന്താ കാണാൻ സാധിക്കുന്നത്? നെഗറ്റീവും പോസിറ്റീവുമാണ്. ജസ്റ്റ് ഇങ്ങനെ കരുതുക. ഓക്കെ, അപ്പൊ കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്തേക്ക് ആയിരിക്കുമല്ലോ കറണ്ട് വരുന്നത്. അതെ, ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് V1 ആയിട്ട് കൺസിഡർ ചെയ്യാം. V1 ഇതിനെ നമുക്ക് V2 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, പക്ഷെ ഇതെന്താണ്? ഇതെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എടുക്കുന്നത് അല്ലേ? ഇത് V1 മൈനസ് V2. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് സൈൻ ഓൾറെഡി അതിനുണ്ട്. സോ നമുക്ക് പറയാം ഇതിനെ എപ്സിലോൺ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എപ്സിലോൺ = ഓക്കെ V1 മൈനസ് V2. അപ്പോൾ കറണ്ട് ഇല്ലാത്ത സമയത്ത്, കറണ്ട് ഫ്ലോ ഇല്ലാത്ത സമയത്ത് എപ്സിലോണിനെ നമുക്ക് V1 + V2 എന്ന് പറയാം. പൊട്ടൻഷ്യൽ കാഥോഡും ആനോഡും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. എപ്സിലോൺ = V1 + V2. ഓക്കെ, അടുത്തത് വോൾട്ടേജ് ആണ്. EMF എന്ന് പറയുമ്പോൾ എന്താണ്? ആ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇലക്ട്രോഡ്സിന്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് when current is not flowing through the cell. ഓക്കെ,
ആൻഡ് ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ദി സർക്യൂട്ട്. രണ്ട് സിറ്റുവേഷൻ ആണ്. EMFന്റെ കേസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത് എപ്പോഴാണ്? കറണ്ട് ഫ്ലോ ചെയ്യാത്ത അവസ്ഥയിൽ. ഇവിടെയോ? ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന അവസ്ഥയിൽ. ഓക്കെ, അപ്പൊ it is the potential difference between the positive and negative electrodes when current flows through it. When current is flowing through it. Okay, അപ്പോൾ വോൾട്ടേജ് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതൊരു പുതിയ ടേം ആണ്. ആ ഒരു സെല്ല്, ആ ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ല് കണ്ട സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഔട്ടർ സർക്യൂട്ടിലെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉണ്ട്, എന്നാൽ ഇന്റേണൽ സർക്യൂട്ടിൽ, ഓക്കെ, ഇന്നർ സർക്യൂട്ടിൽ എന്തുണ്ട്? അവിടെ ആനയോൺസിന്റെ ഫ്ലോ നടപ്പുണ്ട്. ഓക്കെ, അതായത് അയോൺസിന്റെ ഫ്ലോ അവിടെ നടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ സർക്യൂട്ടിലും ഇന്റേണൽ സർക്യൂട്ടിലും ഫ്ലോ നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഇന്റേണലി പോകുന്ന അയോൺസിനും അതിന്റെ ഫ്ലോ സ്മൂത്ത് ആയിരിക്കുമോ? ഇല്ല. അതിന് എന്തെങ്കിലും റെസിസ്റ്റൻസ് കൊടുക്കുന്നേ? ഇലക്ട്രോലൈറ്റ് ഒരു റെസിസ്റ്റൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതൊരു സ്പെസിഫിക് എമൗണ്ടിലുള്ള റെസിസ്റ്റൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുക. ഇലക്ട്രോലൈറ്റ് ഓഫേഴ്സ് എ ഫൈനൈറ്റ് റെസിസ്റ്റൻസ് ടു ദി കറന്റ് ഫ്ലോ. ദിസ് റെസിസ്റ്റൻസ് ഇസ് കോൾഡ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ കാൽക്കുലേഷൻസിലേക്ക് വരുമ്പോൾ ഈ ഒരു റെസിസ്റ്റൻസിനെയും കൂടി എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? അതിനെയും കൂടി കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എപ്സിലോൺ വി ആൻഡ് ഇന്റേണൽ ഡ്രോപ്പ് തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്. അപ്പോൾ എന്താണെന്നിരിക്കുന്നത്? കൺസിഡർ സർക്യൂട്ട് ഇൻ വിച്ച് എ സെൽ ഓഫ് EMF E is connected to resistance R. ഓക്കെ, EMF നമ്മൾ എടുക്കുന്നത് എപ്സിലോൺ എന്നാണ്. ഓക്കെ, ആൻഡ് ലെറ്റ് R be the internal resistance and I be the current flowing through the circuit. ഓക്കെ, അപ്പോൾ ലെറ്റ് I be the current flowing in the circuit. ഓക്കെ, current flowing in this circuit. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. സോ എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യുക? I ആണ് കറണ്ട് ഫ്ലോയിങ് അല്ലേ? I is equal to എങ്ങനെ എഴുതാം നമുക്ക്? ടോട്ടൽ EMF ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഇന്റേണൽ റെസിസ്റ്റൻസ് ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന് മാത്രം കൺസിഡർ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എക്സ്പ്രഷൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, എഴുതാം നമുക്ക്. ഓംസ് ലോയുടെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഈ എക്സ്പ്രഷനിലേക്ക് എത്തുന്നത്. ഓക്കെ, അത് I is equal to total EMF by total resistance എന്ന രീതിക്ക് നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ I is equal to epsilon by R plus R. ഓക്കെ, ഇതാണ് ടോട്ടൽ റെസിസ്റ്റൻസ്, ഇന്റേണൽ പ്ലസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ഈ ഒരു സൈഡ് ഇതാണ് ആ ഒരു എക്സ്പ്രഷൻ വരുന്നത്. ഇതിന് നമുക്ക് പല രീതിക്ക് റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതിനെ ഇങ്ങോട്ട് എടുക്കുവാണെങ്കിൽ എപ്സിലോണിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? I into R plus R എന്ന് നമുക്ക് എഴുതാം. അതല്ലെങ്കിൽ എപ്സിലോൺ ഇസ് ഈക്വൽ ടു IR പ്ലസ് IR എന്ന് നമുക്ക് എഴുതാം. ഈ IR എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ആ ഒരു ടെർമിനൽ വോൾട്ടേജ് ആണ്, അല്ലെങ്കിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പ്ലസ് IR എന്ന രീതിക്ക് നമുക്ക് എഴുതാം. ഓക്കെ, സോ ഇതിന് ഇത്തരത്തിലൊരു എക്സ്പ്രഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് V എങ്ങനെ എഴുതാം? V ഈക്വൽ ടു എപ്സിലോൺ മൈനസ് IR എന്ന രീതിക്കും ഈ ഒരു ഇക്വേഷനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, EMF എന്ന് പറഞ്ഞാൽ ഒരു ടെർമിനൽ വോൾട്ടേജ് പ്ലസ് കറണ്ട് ഇൻറ്റു ഇന്റേണൽ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ V ഈക്വൽ ടു എപ്സിലോൺ മൈനസ് IR എന്ന രീതിക്കും നമുക്കവിടെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ് ആ ഒരു എപ്സിലോണിന്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടത്? എപ്സിലോൺ ഇസ് ഈക്വൽ ടു V പ്ലസ് IR. V എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ആണ്. അതിനെ തന്നെ നമ്മൾ എന്ത് വിളിക്കുന്നതാണ്? ടെർമിനൽ വോൾട്ടേജ്. ഓക്കെ, IR എന്ന് പറയുന്നത് എന്താണ്? ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇന്റേണൽ ഡ്രോപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്റേണൽ റെസിസ്റ്റൻസ് വരുന്നത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്താണ്. അപ്പോഴാണ് ഇലക്ട്രോലൈറ്റ് അതിനൊരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത്. അതാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ അതില്ലാത്ത പക്ഷം, കറണ്ട് ഫ്ലോ ചെയ്യാത്ത പക്ഷം നമുക്ക് പറയാം എപ്സിലോൺ ഇസ് ഈക്വൽ ടു V എന്ന് പറയാം. കാരണം ഈ ഒരു IR ടേം അവിടെ അപ്പിയർ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് V ഈക്വൽ ടു എപ്സിലോൺ മൈനസ് IR എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എപ്പോഴാണോ ഈ ഒരു എപ്സിലോണിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ IR ആവുന്നത്, അപ്പോൾ നമുക്ക് പറയാം R ഇസ് നെഗ്ലിജിബിൾ. ഓക്കെ, R നമുക്ക് നെഗ്ലിജിബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം എപ്പോഴാണോ ആ ഒരു എപ്സിലോണിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ IR-നേക്കാളും വളരെ വലുതാവുന്നത്. ഓക്കെ, സോ
അടുത്തൊരു കേസും കൂടിയുണ്ട്. അതായത് എപ്പോഴും ടെർമിനൽ വോൾട്ടേജ് വി എന്ന് പറയുന്നത് EMFിനേക്കാളും കുറഞ്ഞ ഒരു വാല്യൂ ആയിരിക്കും. എക്സെപ്ഷൻ ഉണ്ട് ചാർജിങ്ങിന്റെ സമയത്ത്. ഓക്കെ, ചാർജ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഈക്വൽ ടു എപ്സിലോൺ പ്ലസ് IR ആയിട്ട് മാറും. അതൊരു എക്സെപ്ഷണൽ കേസ് ആണ്. ആ സമയത്ത് മാത്രം EMF എന്താണ്, വിനേക്കാളും ചെറിയൊരു വാല്യൂ ആയിരിക്കും. അല്ലാത്ത എല്ലാ കേസിലും എന്താണ്, എപ്പോഴും EMF എന്ന് പറയുന്നത് ടെർമിനൽ വോൾട്ടേജിനേക്കാളും ഒരു കൂടിയ വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി മാക്സിമം കറണ്ടിന്റെ കേസ് നമ്മളോട് ചോദിക്കുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി I is equal to എപ്സിലോൺ ബൈ R പ്ലസ് R എന്ന് എഴുതി. മാക്സിമം കറണ്ട് വേണമെങ്കിൽ, ഓക്കെ, മാക്സിമം കറണ്ട് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യം വേണം. എന്തായിരിക്കണം, റെസിസ്റ്റൻസ് 0 ആയിരിക്കണം. ആ കേസിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, മാക്സിമം കറണ്ട് ആണ്. ഓക്കെ, അതും കൂടി നമുക്കൊന്ന് എഴുതാം. ഈക്വൽ ടു 0 ആവുന്ന കേസിൽ I is equal to എപ്സിലോൺ ബൈ R എന്ന് വരും. ഇതാണ് ആ ഒരു മാക്സിമം കറണ്ട് കിട്ടുന്ന ആ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ R 0 ആയിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തതായിട്ട് ഒരു ന്യൂമറിക്കൽ ആണ്. എന്താ തന്നിരിക്കുന്നത്, a storage battery of a car has an EMF of 12 volt if the internal resistance of battery is 0.4 ohm. What is the maximum current that can be drawn from the battery? മാക്സിമം കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. EMFനെ റിലേറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ കറണ്ടിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? നമുക്ക് എഴുതാം I is equal to എപ്സിലോൺ ബൈ R പ്ലസ് R. മാക്സിമം കറണ്ടിന്റെ ഇക്വേഷൻ നമുക്ക് വേണം. മാക്സിമം കറണ്ട് ആണ് വേണ്ടത്. അപ്പോൾ മാക്സിമം കറണ്ടിന് to get maximum current നമുക്ക് എന്താ വേണ്ടത്, to get maximum current, okay, we need R is equal to 0. അപ്പോൾ നമുക്ക് എഴുതാം I is equal to എപ്സിലോൺ ബൈ R. I എത്രയാണ് അറിയില്ല, നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. എപ്സിലോൺ എന്ന് പറയുന്നത് 12 വോൾട്ട് ആണ്, ഡിവൈഡഡ് ബൈ 0.4. ഓക്കെ, ഇൻറ്റു 10 കൊടുക്കാം, ഇൻറ്റു 10 കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത് 120 by 4 ആണ്. That gives you 30. Okay, so I is equal to 30 ampere എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ ഇമേജിൽ എന്താ നിങ്ങൾക്കൊരു സ്റ്റോറേജ് ബാറ്ററി ഒക്കെ കാണാം. ഇതിനകത്ത് എന്താ ചെയ്തിരിക്കുന്നത്, എന്താ ചോദിച്ചിരിക്കുന്നത്, അതിൽ മാക്സിമം കറണ്ട് കിട്ടാനായിട്ട് എത്രമാത്രം മാക്സിമം കറണ്ട്, വാട്ട് ഇസ് ദ മാക്സിമം കറണ്ട് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഫ്രം ബാറ്ററി, ബാറ്ററിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മാക്സിമം കറണ്ട് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ കൊടുത്തതും അതിനുശേഷം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിച്ചതെന്നുള്ളതും ക്ലിയർ ആയല്ലോ. അടുത്തതായിട്ട് ഒരു ന്യൂമറിക്കൽ ആണ്, നോക്കാം. A battery of EMF 10 volt and internal resistance 3 ohm is connected to a resistor. The current in the circuit is 0.5 ampere. What is the resistance of the resistor? എന്തൊക്കെയാ തന്നിരിക്കുന്നത്, EMF is equal to 10 volt എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റേണൽ റെസിസ്റ്റൻസ് 3 ohm ആണ്. കറണ്ട് എത്രയാ തന്നിരിക്കുന്നത്, കറണ്ട് is equal to 0.5 ampere എന്ന് തന്നിട്ടുണ്ട്. റൈറ്റ്, യെസ്. അപ്പോൾ നമുക്ക് ഫോർമുല എഴുതാം. ഇനി എന്താണ് സാധാരണ രീതിയിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അതിനാദ്യമായിട്ട് നമുക്ക് സാധാരണ ആ ഒരു ഫോർമുല എഴുതണം. ദാറ്റ് ഇസ് V is equal to എപ്സിലോൺ മൈനസ് IR എന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എഴുതാം എന്താണ്, എപ്സിലോൺ is equal to V പ്ലസ് IR, അല്ലെങ്കിൽ G is equal to IR പ്ലസ് IR. ഓക്കെ, ഇതിൽ നിന്ന് വേണം നമുക്ക് ആറിന്റെ ഫോർമുലയിലേക്ക് എത്തിക്കാൻ. ഓക്കെ, അപ്പോൾ എപ്സിലോൺ ഇസ് ഈക്വൽ ടു I ഇൻറ്റു R പ്ലസ് R. ഓക്കെ, എപ്സിലോൺ ബൈ I, ഇവിടെ ഇതുമാണ് എപ്സിലോൺ ബൈ I ഇസ് ഈക്വൽ ടു R പ്ലസ് R. R ഇസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ I മൈനസ് R. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിലേക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എപ്സിലോൺ എന്ന് പറയുന്നത് 10 ആണ്. സോ 10 ബൈ I എന്ന് പറയുന്നത് എത്രയാണ്, I എന്ന് പറയുന്നത് 0.5 ആണ്. ഓക്കെ, 0.5 ആണ്, മൈനസ് R എന്ന് പറയുന്നത് 3 ohm ആണ്. ഓക്കെ, R എന്ന് പറയുന്നത് 3 ohm ആണ്. അതിനെ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും 5 എന്നാവും. 100 by 5 minus 3. ഓക്കെ, സോ 20 minus 3 will give you, എന്താ ചോദിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കാൻ, ഇറ്റ് ഇസ് ദ റെസിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ R ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. സോ 17 ohm. ഓക്കെ,
ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? എന്താണ് 17 ഓം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത്. അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. വാട്ട് ഇസ് ദ ടെർമിനൽ വോൾട്ടേജ് ഓഫ് ബാറ്ററി വെൻ ദ സർക്യൂട്ട് ഇസ് ക്ലോസ്ഡ്? ഓക്കെ, സെയിം ഫോർമുല തന്നെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. എന്താണ്? V is equal to എപ്സിലോൺ മൈനസ് ഐ ആർ. ഓക്കെ, അതിൽ നിന്ന് എപ്സിലോണിന്റെ ഫോർമുലയിലേക്ക് ഒന്ന് നോക്കാം. V ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. V is equal to 10 മൈനസ്, ഓക്കെ, V is equal to 10 മൈനസ് എന്താ ചെയ്യുന്നത്? I എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, I എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു 10 മൈനസ് I is equal to 0.5 ഇൻറ്റു എത്രയാ റെസിസ്റ്റൻസ്? ഇന്റേണൽ റെസിസ്റ്റൻസ് 3. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 10 മൈനസ് 1.5 that gives you 8. ഓക്കെ, 10 മൈനസ് 1.5 that gives you 8.5 വോൾട്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാം. V is equal to IR എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്കിതിവിടെ ചെയ്യാവുന്നതാണ് കേട്ടോ. V is equal to IR. R കിട്ടിയല്ലോ. ആറിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ. എത്രയായിരുന്നു? 17 ആയിരുന്നു. സോ I എന്ന് പറയുന്നത് 0.5. ഓക്കെ, 0.5 ഇൻറ്റു നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? 0.5 ഇൻറ്റു 17 വിച്ച് ഗീവ്സ് യു 8.5 വോൾട്ട്. എങ്ങനെയും നിങ്ങൾക്കത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്തതെന്നുള്ളത് ക്ലിയർ ആയല്ലോ? അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. അവരെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താ ആദ്യം തന്നിരിക്കുന്നത്? അതൊരു കോസ് ആണ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കോസ് ആണ്. അത് കാരണമാണ് എന്ത് സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇറ്റ് ഈസ് ആൻ ഇഫക്റ്റ്. അതൊരു ഇഫക്റ്റ് ആണ്. വെൻ കറണ്ട് ഫ്ലോ ദ പൊട്ടൻഷ്യൽ ഡ്രോപ്സ് അക്രോസ് റെസിസ്റ്റൻസ്. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡ്രോപ്സ്, ഓരോ റെസിസ്റ്റൻസ് വാല്യൂ അനുസരിച്ച് അവിടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആവുന്നുണ്ട്. ഓക്കെ, അടുത്തത് it is potential difference between two terminals of a cell in an open circuit. Okay, എന്താണ്? it is the potential difference between two terminals of a cell in an open circuit. Okay, എപ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്? ഓപ്പൺ സർക്യൂട്ടിലായിരിക്കുമ്പോഴുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഓക്കെ, ഇനി എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? അത് ഏതെങ്കിലും രണ്ട് പോയിന്റിന്റെ ഇടയിലുള്ള പൊട്ടൻഷ്യലിന്റെ വ്യത്യാസമാണ്. ഇപ്പോഴാണ് സർക്യൂട്ട് ക്ലോസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ. ഓക്കെ, ഇനി ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനെ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? EMF ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്നാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യുന്നു? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. ഓക്കെ, അടുത്തത് ഇറ്റ് ഹാസ് എ വാല്യൂ ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. EMFന്റെ വാല്യൂ എപ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസിനെക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അടുത്തത് ഇറ്റ് ഹാസ് എ വാല്യൂ ഓൾവേസ് ലെസ് ദാൻ EMF. ഓക്കെ, ഇനി ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ എ സോഴ്സ് ഇൻ ടേക്കിംഗ് എ യൂണിറ്റ് ചാർജ് വൺസ് അറൗണ്ട് ദി കംപ്ലീറ്റ് സർക്യൂട്ട്. ഓക്കെ, കംപ്ലീറ്റ് സർക്യൂട്ടിന് ചുറ്റും ആ ഒരു ചാർജിനെ കൊണ്ടുപോകാനായിട്ട് എടുക്കുന്ന വർക്ക് ഡൺ ആണ് നമുക്ക് EMF എന്ന് പറയാൻ പറ്റുക. എന്നാൽ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിലെ വ്യത്യാസം? ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ ഇൻ ടേക്കിംഗ് എ യൂണിറ്റ് ചാർജ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് അക്രോസ് റെസിസ്റ്റൻസിന്റെ രണ്ട് പോയിന്റുകൾക്കിടയിൽ അതിനെ കൊണ്ടുപോകാനായിട്ടുള്ള വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സെൽസ് ഇൻ സീരീസ്. എങ്ങനെയാണ് സീരീസിൽ സെല്ല് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ, വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട് ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം? A and B C അല്ലേ? 3 പോയിന്റ്സ് ആണ്. അപ്പോൾ എൻ്റെയും ബിൻ്റെയും ഇടയിൽ വരുന്ന സെല്ലാണ് ഈ ഒരു ε1 EMFും അതുപോലെ തന്നെ R1 ഇന്റേണൽ റെസിസ്റ്റൻസും ഉള്ള ഒരു സെല്ല്. അതുപോലെ തന്നെ അടുത്തത് ε2ഉം അതുപോലെ തന്നെ ε2 EMFും അതുപോലെ തന്നെ R2 ഇന്റേണൽ റെസിസ്റ്റൻസും ഉള്ള ഒരു സെല്ല് അല്ലേ? I ഫ്ലോ ചെയ്യുന്നത് സിയിൽ നിന്ന് A എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്കാണ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞിരിക്കുന്നത്? Consider two cells in series. Let ε1 R1 be the EMF and the internal resistance of the first cell. Similarly, ε2 R2 be the EMF and internal resistance of second cell. Let I be the current in this circuit. Okay. അപ്പോൾ നമ്മൾ ആ എൻ്റെയും സിൻ്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യമേ VAB ചെയ്യാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് VBC. ഓക്കെ, ഇതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? VAC എന്നത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, ഏതൊക്കെ പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്? A and C. VAC ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ VAC കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം VAB എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് VBC എടുക്കുന്നു. ഓക്കെ,
എന്നിട്ട് VAC എന്ന് പറയുന്നത് എന്താണ്? VA മൈനസ് VC ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അത് എഴുതാം. VABയുടെ ഇടയിൽ വരുന്നത് ε1 R1 ഉള്ള ആ ഒരു സെല്ലാണ്. VBCയുടെ ഇടയിൽ വരുന്നത് ε2 R2 ഉള്ള ആ ഒരു സെല്ലാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എഴുതാം. VAB എന്ന് പറയുന്നത് എന്താണ്? VA മൈനസ് VB. അവിടെ ആരാണ് വരുന്നത്? ഇവിടെ വരുന്നത് ε1, ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ε1 മൈനസ് IR1 ആണ്. അതുപോലെ തന്നെ VBC എന്ന് പറയുന്നത് എന്താണ്? VB മൈനസ് VC ആണ്. പൊട്ടൻഷ്യൽ അറ്റ് B മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് C, ദാറ്റ് ഇസ് ε2 മൈനസ് IR2 എന്നതാണ്. അപ്പോൾ ഇനി നമുക്കതിനെ VACയിലേക്ക് കൊണ്ടുവരണം. VAC is equal to VA മൈനസ് VC. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്നതിൻ്റെ ടേംസിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടി നമുക്കിവിടെ VABയും വേണം, VBCയും വേണം അല്ലേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ജസ്റ്റ് ഒരു B ടേം, ഓക്കെ, VA മൈനസ് VB, ഓക്കെ, പ്ലസ് VB മൈനസ് VC. ഇവിടെ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഒരു മൈനസ് VBയും ഒരു പ്ലസ് VB ടേം ആണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് എഴുതാം VAC is equal to VA മൈനസ് VB പ്ലസ് VB മൈനസ് VC. ഓക്കെ, അവിടെ ആ ഒരു സെയിം ടേം സബ്സ്ട്രാക്റ്റും ആഡും ചെയ്യുന്നതുകൊണ്ട് അതിനൊരു വ്യത്യാസം വരുന്നില്ല. എന്നാൽ നമുക്ക് നമ്മുടെ എക്സ്പ്രഷനിലേക്ക് അതിനെ കൊണ്ടുവരാനും സാധിച്ചു. ഓക്കെ, അപ്പോൾ VA മൈനസ് VB എന്നുള്ളത് എന്താണ്? ε1 മൈനസ് IR1 ആണ്. അതുപോലെ തന്നെ പ്ലസ് ε2 മൈനസ് IR2 എന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു എപ്സിലോൺ ഇക്വലന്റിനെ എങ്ങനെ എഴുതാം? എപ്സിലോൺ ഇക്വലന്റ് എന്ന് പറയുന്നത് ഈ ഒരു സീരീസ് കണക്ഷനിൽ എങ്ങനെയാണ് വരുന്നത്? ε1 പ്ലസ് ε2 പ്ലസ് അപ് ടു ε n. ഓക്കെ, ഇനി അതുപോലെ തന്നെ ആ ഒരു കറണ്ട് സെയിം ആണ്. ഒരു ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ഇക്വലന്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു എഴുതാം R1 പ്ലസ് R2 അപ് ടു RN. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. എങ്ങനെയാണ് ആ ഒരു വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ നമ്മൾ ആ ഒരു സെൽസ് സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് എഴുതേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയാലും ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഇസ് V ഇക്വലന്റ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ V ഇക്വലന്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം എപ്സിലോൺ ഇക്വലന്റ് മൈനസ് I ഇൻറ്റു R ഇക്വലന്റ് എന്ന രീതിക്ക് നമുക്കിതിനെ എഴുതാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ പഠിച്ച റൂളാണ്. ഓക്കെ, എന്താണ് റൂൾ ഓഫ് സീരീസ് കോമ്പിനേഷൻ? n ഐഡന്റിക്കൽ സെൽ ഉള്ളപ്പോഴുള്ള കേസാണ് കേട്ടോ. ദ ഇക്വലന്റ് EMF ഓഫ് എ സീരീസ് കോമ്പിനേഷൻ ഓഫ് n സെൽസ് ഇസ് ദി സം ഓഫ് ദെയർ ഇൻഡിവിജ്വൽ EMF. n സെൽസ് ഉണ്ടെങ്കിൽ ഇക്വലന്റ് EMF എങ്ങനെയാണ്? സം ഓഫ് ഇൻഡിവിജ്വൽ EMF ആയിരിക്കും. അതുപോലെ തന്നെ അടുത്ത കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സീരീസ് കോമ്പിനേഷൻ ഓഫ് n സെൽ ഇസ് ജസ്റ്റ് ദി സം ഓഫ് ദെയർ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഇന്റേണൽ റെസിസ്റ്റൻസ് n സെൽസ് ഐഡന്റിക്കൽ ആണെങ്കിൽ എന്താണ്? സം ഓഫ് ദെയർ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തതായി സെൽസ് ഇൻ സീരീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂമറിക്കൽ ആണ്. ഓക്കെ, ഫ്രം ദ ഗിവൺ സർക്യൂട്ട് ഫൈൻഡ് ഇക്വലന്റ് EMF ഓഫ് ദി കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ അതേ സർക്യൂട്ട് നോക്കാം. 9 വോൾട്ടിന്റെ 4 സെല്ലാണ്. അതിൻ്റെ എല്ലാം ഇന്റേണൽ റെസിസ്റ്റൻസ് 0.1 ഓം ആണ്. അതുപോലെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R is equal to 10 ഓം ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് കണ്ടുപിടിക്കാം. ഇക്വലന്റ് EMF എന്ന് പറയുന്നത് എത്രയാണ്? ഇക്വലന്റ് EMF എന്ന് പറയുന്നത് n എപ്സിലോൺ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 9 ആണ്. അതായത് 36 വോൾട്ട് ആണ്. ഓക്കെ, അടുത്തത് ഇക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? R ഇക്വലന്റ് വിച്ച് ഈസ് ഈക്വൽ ടു NR വിച്ച് ഈസ് ഈക്വൽ ടു N. 4 ഇൻറ്റു R എന്ന് പറയുന്നത് എത്രയാണ്? R എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് ഇവിടെ വാല്യൂ ആറിൻ്റെ വാല്യൂ 0.1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0.4 ഓം. അടുത്തത് ടോട്ടൽ കറണ്ട് എത്രയാണ്? I ഈസ് ഈക്വൽ ടു N എപ്സിലോൺ I ഈസ് ഈക്വൽ ടു N എപ്സിലോൺ ബൈ NR പ്ലസ് R എന്നതാണ്. എത്ര വരും? ആദ്യം തന്നെ 36 ആണ്. N എപ്സിലോൺ ഡിവൈഡഡ് ബൈ NR എന്ന് പറയുന്നത് എത്രയാണ്? 0.4 ആണ് പ്ലസ് 10. So that gives you 36 by 10.4. അത് എത്രയാണ് വരുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു, അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും 3.46 ആംപിയർ. ഓക്കെ, എത്ര കിട്ടുന്ന? 3.46 ആംപിയർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ തന്നെ അടുത്തൊരു പാർട്ടാണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എങ്ങനെ എഴുതാം? V is equal to IR എന്നുള്ള രീതിക്കാണ്. I നമുക്ക് കിട്ടിയിരുന്നത് 3.46
3.46 ആംപിയർ ആണ്. ഓക്കെ, നോക്കാം നമുക്ക്. 3.46 ആംപിയർ ആണ് ഇസ് ഈക്വൽ ടു IR. സോ വിച്ച് ഇസ് ഈക്വൽ ടു I എത്രയാണ്? 3.46 ഇൻറ്റു എന്താ വരുന്നത്? I നമ്മൾ എഴുതി, R എന്ന് പറയുന്നത് 10 ആണ്. സോ വിച്ച് ഗിവ്സ് യു 34.6. എന്താണ് കണ്ടുപിടിക്കാൻ? വോൾട്ട് ആണ്. സോ വോൾട്ട് നമുക്ക് കൊടുക്കാം. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് സെൽ. ഈച്ച് സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? V/N എടുത്താൽ മതി. സോ വിച്ച് ഗിവ്സ് യു എന്താ ഇപ്പോൾ കിട്ടിയത്? 34.6 ആണ് നമുക്ക് കിട്ടിയത്. അടുത്ത V എന്ന് പറയുന്നത് N4 ആണ്. സോ ദി ആൻസർ ഇസ് 8.65 വോൾട്ട്. ഓരോ സെല്ലിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 8. ഇവിടെ ആൻസർ വരുന്നത് 8.65 വോൾട്ട് എന്നാണ് കേട്ടോ. എന്താണ്? 8.65. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ V/N. N ഐഡന്റിക്കൽ സെല്ലാണല്ലോ. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? V/N ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ എങ്ങനെയാണ് ഈ ഒരു ന്യൂമറിക്കൽ സോൾവ് ചെയ്തത് എന്നുള്ളത്? ഓക്കെ, സെൽസ് ഇൻ പാരലൽ, അതിന്റെ കറണ്ടും വോൾട്ടേജും അതിനുള്ള എക്സ്പ്രഷൻ എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത്? കൺസിഡർ 2 cells കണക്റ്റഡ് ഇൻ പാരലൽ. 2 സെല്ലുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഒന്നിന്റെ ε1 ആണ് EMF, R1 ആണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. അടുത്തതിന്റെ EMF എന്ന് പറയുന്നത് ε2 ആൻഡ് അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R2 ആണ്. ഓക്കെ, ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ε1 R1 be the EMF and internal resistance of first cell and ε2 R2 be the EMF and internal resistance of second cell. Let I1 and I2. ഓക്കെ, I1 ഉം I2 ഉം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, എവിടെ നിന്നാണ് I1 ഫ്ലോ ചെയ്യുന്നത്? ആ ഒരു ഫസ്റ്റ് സെല്ലിൽ നിന്നാണ് I1 ഇങ്ങോട്ടും ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് I2 എവിടെ നിന്നാണ്? ഈ ഒരു സെല്ലിൽ നിന്നാണ് I2 ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, പോസിറ്റീവ് ടെർമിനലിലാണ് I2 ഫ്ലോ ചെയ്യുന്നത്. തിരിച്ചെത്തുമ്പോൾ എന്താണ്? I2 തന്നെയാണ് ഇവിടെ എത്തുന്നത്. ഓക്കെ, എത്രമാത്രം കറണ്ട് ആണോ ബാറ്ററിയിൽ നിന്ന് നമ്മൾ ഡ്രോ ചെയ്യുന്നത് അത്രയും മാത്രം അത് ബാറ്ററിയിലേക്ക് തിരിച്ചെത്തണം എന്നതാണ് റൂൾ. ഓക്കെ, അപ്പോൾ I2 ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നു, I1 ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ I1 and I2 be the current leaving the positive electrodes of the cell. ഓക്കെ, അതായത് ആ ഒരു സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് വരുന്ന കറണ്ടുകളാണ് I1 ഉം I2 ഉം. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഒരു സെനാരിയോ എന്നുള്ളത് ക്ലിയർ ആയല്ലോ? സെൽസ് ഇൻ സീരീസിന്റെ ആ കറണ്ടിന്റെ എക്സ്പ്രഷനിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആദ്യം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ B1 B2 എന്നുള്ള പോയിന്റിന്റെ ഇടയിൽ ഫസ്റ്റ് സെല്ലിനുള്ള എക്സ്പ്രഷൻ, ഫസ്റ്റ് സെല്ലിനുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ സെക്കൻഡ് സെല്ലിന്റെയും ഇതുപോലെ തന്നെ നമ്മൾ കമ്പയർ ചെയ്ത് എഴുതും. ഓക്കെ, എഴുതാം നമുക്ക്. അപ്പം എന്താ വരുന്നത്? നമുക്ക് എഴുതാം V. ഓക്കെ, V is equal to V is equal to എന്തെഴുതാം? ε1 മൈനസ് IR1 നമുക്ക് എഴുതാം. ഓക്കെ, ഫസ്റ്റ് സെല്ലിന്റെ കേസിൽ. സെക്കൻഡ് സെല്ലിന്റെ കേസിൽ നമുക്ക് എഴുതാം I1 ഉണ്ട് കേട്ടോ. ε2 സെക്കൻഡ് സെല്ലിന്റെ കേസിൽ is equal to ε2 മൈനസ് I2 R2. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് എന്താണ്? കറണ്ടിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. കറണ്ട് is equal to I1 പ്ലസ് I2 എന്നതാണ് നമ്മുടെ ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കറണ്ട് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാ വരിക? നമുക്ക് എഴുതാം, കറണ്ടിനെ അവിടെ നിർത്തിക്കൊണ്ട് നമുക്ക് എഴുതാം V മൈനസ് ε1 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് I1 R1. അപ്പോൾ I1 എന്നുള്ളത് എന്തായിട്ട് മാറും? I1 എന്നുള്ളത് I1 is equal to V മൈനസ് ε1 എന്നുള്ളത് മാറി ε1 മൈനസ് V എന്നാവും. കാരണം ഐയുടെ നെഗറ്റീവ് കളയാനായിട്ട് അതാണ് നമുക്കുള്ള വഴി. ഓക്കെ, അപ്പോൾ എന്തായി മാറുന്നു? നമുക്ക് എഴുതാം ε1 മൈനസ് V/R1. അതുപോലെ തന്നെ സെക്കൻഡും നമുക്ക് എങ്ങനെ എഴുതാം? സെക്കൻഡ് സെല്ലിനെ നമുക്ക് എഴുതാം ε2 മൈനസ് V/R2 എന്നുള്ള രീതിക്ക് നമുക്ക് എഴുതാം. ഇനി I1നെയും I2നെയും നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, നമ്മൾ കമ്പയർ ചെയ്യാൻ പോവുകയാണ് ഇവിടെ. ഇസ് ഈക്വൽ ടു I1 എന്ന് പറയുന്നത് ε1 മൈനസ് V/R1 പ്ലസ് ε2 മൈനസ് V/R2. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. R1 പ്ലസ് ε2 R2 മൈനസ് വിനെ കോമൺ എടുക്കാമല്ലോ. മൈനസ് വിനെ കോമൺ എങ്ങനെ എടുക്കാം? നമുക്ക് മൈനസ് വിനെ കോമൺ എടുത്ത് കഴിയുമ്പോഴത്തേനും മൈനസ് V ഇൻറ്റു 1/R1 പ്ലസ് 1/R2 ഇസ് ഈക്വൽ ടു I എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതിൽ നമുക്ക് ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെൻറ്റും കൂടി നടത്തണം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? അതിനെ വിനെ നമ്മൾ ആ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എഴുതാം ε1/R1 പ്ലസ് ε2/R2 മൈനസ് I. ഓക്കെ,
മൈനസ് ഐ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഓക്കെ വി ആണ് അങ്ങോട്ട് ചെല്ലുന്നത് വി ഇൻറ്റു 1/r1 പ്ലസ് 1/r2 എന്ന രീതിക്ക് നമുക്ക് എഴുതാം. ഓക്കെ, ഇനിയും കഴിഞ്ഞിട്ടില്ല, നമുക്ക് ആ എക്സ്പ്രഷനിലേക്ക് എത്തിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ്റെ ബാക്കിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ എന്തായിരുന്നു? ഐ ഇസ് ഈക്വൽ ടു ഓക്കെ ഐ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 1/r1 പ്ലസ് എപ്സിലോൺ 2/r2 മൈനസ് വി ഇൻറ്റു 1/r1 പ്ലസ് 1/r2 എന്നുള്ളത് നമ്മൾ എങ്ങനെയാക്കി എഴുതിയിരുന്നു? 1/r2 എന്നുള്ളത് നമ്മൾ എത്തരത്തിലാക്കി എഴുതിയിരുന്നു? വിനെ അങ്ങോട്ട് എടുത്തിട്ട് ഐനെ ഇങ്ങോട്ട് എടുത്തായിരുന്നു അല്ലേ? അപ്പോൾ വി ഇൻറ്റു 1/r1 പ്ലസ് 1/r2 ഇസ് ഈക്വൽ ടു ഒന്ന് കറക്റ്റായിട്ട് എഴുതാം. ഓക്കെ, സോ ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? എപ്സിലോൺ 1/r1 പ്ലസ് എപ്സിലോൺ 2/r2 ഇൻറ്റു എന്താ വരുന്നത്? ഓക്കെ, ഇൻറ്റു അല്ല മൈനസ് ആണ്, മൈനസ് ഐ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, വീനെ അങ്ങോട്ട് എടുത്തു, ഐനെ ഇങ്ങോട്ട് എടുത്തു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ടേമിനെ നമ്മൾ അങ്ങോട്ടേക്ക് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ വി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 1/r1 പ്ലസ് എപ്സിലോൺ 2/r2 മൈനസ് ഐ ഇൻറ്റു എന്താ വരുന്നത്? ഇതിങ്ങോട്ടേക്ക് വരുമ്പോൾ എങ്ങനെ ഒരു ചേഞ്ച് ആണ് വരുന്നത്? r2 പ്ലസ് r1/r1 r2 എന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഡിലൊന്ന് എഴുതി കാണിക്കാം. ഓക്കെ, ഈ ഒരു ടേം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? വി ഇൻറ്റു അതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും r2 പ്ലസ് r1/r1 എന്നതായിരുന്നു. അത് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറുന്നു? അതെന്തായിട്ട് മാറുന്നു? അത് r1/r2 ഡിവൈഡഡ് ബൈ r1 പ്ലസ് r2 എന്ന രീതിക്കായിട്ട് മാറുന്നു. കാരണം അത് ഈ ഒരു സ്ഥലത്ത് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും അത് ജസ്റ്റ് ഒന്ന് തല തിരിഞ്ഞു. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഓരോന്നിനെയായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എപ്സിലോൺ 1 ഇതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എപ്സിലോൺ 1/r2 പ്ലസ് എപ്സിലോൺ 2/r1 ഡിവൈഡഡ് ബൈ r1/r2 ഇൻറ്റു എന്താ വരുന്നത്? ഇൻറ്റു r1/r2 ഡിവൈഡഡ് ബൈ r1 പ്ലസ് r2 മൈനസ് ഐ ഇൻറ്റു r1/r2 ഡിവൈഡഡ് ബൈ r1 പ്ലസ് r2. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ അങ്ങ് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ ഇതുമാണ്. എന്നിട്ട് ഇതിനെ വേണം നമുക്ക് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യാൻ. വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 1/r2 പ്ലസ് എപ്സിലോൺ 2/r1 ഡിവൈഡഡ് ബൈ r1 പ്ലസ് r2 മൈനസ് ഐ ഇൻറ്റു r1/r2 ബൈ r1 പ്ലസ് r2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താ വേണ്ടത്? ആ ഒരു വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ് വേണ്ടത്. ഓക്കെ, അത് ഞാൻ അങ്ങോട്ട് എഴുതുന്നുണ്ട്. ഓക്കെ, വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വി ഇക്വലൻ്റ് അല്ലേ? വി ഇക്വലൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? എപ്സിലോൺ ഇക്വലൻ്റ് മൈനസ് ഐ ആർ ഇക്വലൻ്റ് ആയിരിക്കണം. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനും സെയിം ആയിരിക്കണം. ഇതിനെ ഞാനൊന്ന് 2 എന്നിടുന്നു, ഇതിനെ ഞാനൊന്ന് 3 എന്നിടുന്നു. രണ്ട് ഇക്വേഷനും സെയിം ആവണം. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം. എപ്സിലോൺ ഇക്വലൻ്റ് സ്ഥാനത്ത് കിടക്കുന്നത് എന്താണ്? എപ്സിലോൺ ഇക്വലൻ്റ് ഇസ് ഈക്വൽ ടു എപ്സിലോൺ 1/r2 പ്ലസ് എപ്സിലോൺ 2/r1 ഡിവൈഡഡ് ബൈ r1 പ്ലസ് r2 എന്നതാണ് നമുക്ക് ലഭിക്കുന്നത്. ആർ ഇക്വലൻ്റിൻ്റെ സ്ഥലത്ത് കിടക്കുന്നത് എന്താണ്? ആർ ഇക്വലൻ്റ് ഇസ് ഈക്വൽ ടു r1/r2 ഡിവൈഡഡ് ബൈ r1 പ്ലസ് r2 എന്നതാണ്. ഓക്കെ, മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ കിട്ടിയേക്കുന്നത് എന്നുള്ളത്? ആ ഒരു ആർ ഇക്വലൻറ്റിനെ നമ്മൾ എങ്ങനെയാക്കി എഴുതി? ഈ ഒരു ഇക്വേഷനെ തന്നെ നമ്മൾ സിമ്പിളായിട്ട് വി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇക്വലൻറ്റ് മൈനസ് ഐ ആർ ഇക്വലൻറ്റ് എന്നുള്ള രീതിക്കാക്കി എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മളിത് ഈ ഒരു എക്സ്പ്രഷനിലേക്ക് നമ്മൾ എത്തിയതെന്നുള്ളത്?